ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 18ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ്. ഈ അടുത്തുണ്ടായിട്ടുള്ള സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള LGBT ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കനോട്ട് ലീഗലൈസ് സെയിം സെക്സ് മാരേജ് സെയ്സ് സുപ്രീം കോർട്ട് ബെഞ്ച്. സുപ്രീം കോടതിയുടെ ബെഞ്ച് പറയുകയാണ്, കനോട്ട് സാധ്യമല്ല, കഴിയില്ല, ലീഗലൈസ് നിയമവിധേയമാക്കാൻ സെയിം സെക്സ് മാരേജ്. എന്താണ് സെയിം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹം എന്ത് ചെയ്യാൻ പറ്റില്ല, ലീഗലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ ന്യൂസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് റീഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം, കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് കനോട്ട് മീൻസ് കനോട്ട് സാധ്യമല്ല, കഴിയില്ല എന്ന അർത്ഥത്തിലാണ്. ലീഗലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാനുസൃതമാക്കുക എന്നാണ്. അപ്പോൾ നിയമാനുസൃതമാക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ SCക്ക് പകരം ZE യൂസ് ചെയ്യും. നമ്മൾ സാധാരണ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ SE ആണ് യൂസ് ചെയ്യാറുള്ളത്, ZE യൂസ് ചെയ്യാം. ഓക്കെ, നിയമാനുസൃതമാക്കുക. കനോട്ട് ലീഗലൈസ്, നിയമാനുസൃതമാക്കാൻ സാധ്യമല്ല. എന്ത്? സെയിം സെക്സ് മാരേജ്. ഓക്കെ, സെയിം സെക്സ് മാരേജ് എന്ന് പറഞ്ഞാൽ സ്വവർഗ വിവാഹം. അപ്പോൾ സ്വവർഗത്തിൽപ്പെട്ടതിനെയാണ് നമ്മൾ സെയിം സെക്സ് എന്ന് പറയുക. സെയിം സെക്സ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വവർഗ വിവാഹം എന്നാണ് അതിൻ്റെ അർത്ഥം. സെയ്സ് ആരാ പറയുന്നത്? SC ബെഞ്ച്, സുപ്രീം കോർട്ടിൻ്റെ ഷോർട്ടാണ് SC, സുപ്രീം കോർട്ട് ബെഞ്ച് പറയുകയാണ്. അതിൻ്റെ സബ് ഹെഡിങ് നമുക്ക് നോക്കാം. മെജോറിറ്റി ഒപ്പീനിയൻ ഓഫ് ദ 5 ജഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, 5 അംഗ ഭരണഘടനാ ബെഞ്ച്. അതിൻ്റെ മെജോറിറ്റിൻ്റെ മൈനോറിറ്റി, കൂടുതൽ അഭിപ്രായം പറയുന്ന ഭാഗം മെജോറിറ്റി, മറ്റത് മൈനോറിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ മെജോറിറ്റി ബെഞ്ച് പറയുന്നത് ഓൺലി ദി ലെജിസ്ലേച്ചറിന് മാത്രമേ, നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമേ. ദ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണ സഭ. ക്യാൻ റെക്കഗ്നൈസ്, അവർക്ക് മാത്രമേ റിക്കഗ്നൈസ് ചെയ്യാൻ കഴിയുള്ളൂ. വാട്ട് ഈസ് റെക്കഗ്നൈസ്? റിക്കഗ്നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുക, സാധൂകരിക്കുക, ഓക്കെ, വ്യവസ്ഥ നൽകുക. അപ്പോൾ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ സച്ച് മാരേജ്, അത്തരത്തിലുള്ള വിവാഹങ്ങൾ. ആൻഡ് കോർട്ട് കനോട്ട് ഇൻ്റർവീൻ, കോടതിക്ക് അതിൽ ഇൻ്റർവീൻ ചെയ്യാൻ സാധിക്കുകയില്ല. ഇൻ്റർവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെട്ടുക. ഇറ്റ് ആഡ്സ്, കൂട്ടിച്ചേർക്കുന്നു. ദർ ഇസ് നോ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു മാരി. അതുപോലെ ഈ വിവാഹം ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശവുമായി ബന്ധമുള്ളതല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മീൻസ് മൗലിക അവകാശം. ദർ ഇസ് നോ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഇതിനകത്ത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ പെടുന്ന കാര്യമല്ല ഇത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിച്ച വേർഡ്സ് ഒന്ന്: ലീഗലൈസ്, നിയമാനുസൃതമാക്കുക; സെയിം സെക്സ് മാരേജ്, സ്വവർഗ വിവാഹം; ദ ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ്; റിക്കഗ്നൈസ്, അംഗീകരിക്കുക; ഇൻ്റർവീൻ, ഇടപെടുക; ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലിക അവകാശം. എ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് ദി സുപ്രീം കോർട്ട് ഓൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഹെൽഡ് എന്ന് പറഞ്ഞാൽ കുറേ അർത്ഥമുണ്ട്. സാധാരണ ഒരു നിയമപരമായിട്ടൊരു കാര്യം പൊതുവെ പറയുമ്പോൾ നമ്മൾ ഇത് ലീഗലായിട്ടുള്ള വേർഡാണ് ഹോൾഡിൻ്റെ പാസ്റ്റാണ് ഹെൽഡ് എന്നാണ് പറയാം. അതായത് അവർ വിലയിരുത്തി എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിലയിരുത്തി അല്ലെങ്കിൽ അവർ അഭിപ്രായപ്പെട്ടു എന്ന അർത്ഥത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. ദറ്റ് ഓൺലി ദ ലെജിസ്ലേച്ചർ ക്യാൻ റിക്കഗ്നൈസ്, ലെജിസ്ലേച്ചറിന് മാത്രമേ, നമ്മൾ നേരത്തെ പഠിച്ച നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാൻ റെക്കഗ്നൈസ്, അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഓർ റെഗുലേറ്റ്, അല്ലെങ്കിൽ വ്യവസ്ഥപ്പെടുത്താൻ പറ്റൂ, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റൂ, വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റൂ, വ്യവസ്ഥപ്പെടുത്താൻ സാധിക്കൂ. എന്ത്? സെയിം സെക്സ് മാരേജ്. ഈ സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്നത്, സ്വവർഗ വിവാഹം എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, ആർക്ക് മാത്രമേ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ലെജിസ്ലേച്ചറിന് മാത്രം. അപ്പോൾ റെഗുലേറ്റ് മീൻസ് വ്യവസ്ഥപ്പെടുത്തുക, ആൻഡ് റെക്കഗ്നൈസ് മീൻസ് അംഗീകരിക്കുക. ഓക്കെ, ഇനി ദ ബെഞ്ച് റീസൺ ചെയ്തു. എന്താ റീസൺ എന്ന് പറഞ്ഞാൽ? റീസൺ എന്ന് പറഞ്ഞാൽ വാദിക്കുക, അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു ന്യായവാദം ചെയ്യുക. ഇതൊക്കെ കോടതിയും നിയമവ്യവസ്ഥയ്ക്കായി ബന്ധപ്പെട്ട് സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ദ ബെഞ്ച് റീസൺ എന്ന് പറഞ്ഞാൽ ബെഞ്ച് ഒരു ന്യായവാദം നടത്തി, ഒരു നിഗമനത്തിലെത്തി, വാദിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. റീസൺഡ് ദാറ്റ് എന്താണ്? സിൻസ് ദർ വാസ് നോ
സിൻസ് അതുകൊണ്ട് ആയതിനാൽ ദർ വാസ് നോ ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ അത് മൗലികമായോ അൺക്വാളിഫൈഡ് നിരുപാധികമായിട്ടുള്ളതുമായിട്ടുള്ള നിയമം ടു മാരി ഇല്ലാത്തടത്തോളം കാലം ദ കോർട്ട്സ് കനോട്ട് ഇൻ്റർവീൻ, കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കുകയില്ല. ഇൻ്റർവീൻ നമ്മൾ നേരത്തെ പഠിച്ചുള്ള വാക്ക് ഇൻ്റർവീൻ മീൻസ് ഇടപെടുക. അപ്പോൾ അവിടെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതോ ഒരു അൺക്വാളിഫൈഡ് ആയിട്ടുള്ളതോ ആയ നിയമമില്ലാത്തിടത്തോളം കാലം കോടതിക്ക് അതിനകത്ത് ഇടപെടാൻ സാധിക്കുകയില്ല എന്നാണ് ബെഞ്ച് നിഗമനത്തിലെത്തിയത്, അല്ലെങ്കിൽ ന്യായവാദം നടത്തിയത്, വാദിച്ചത്. അൺക്വാളിഫൈഡ് നിരുപാധികമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫണ്ടമെൻ്റൽ ആൻഡ് ഓർ അൺക്വാളിഫൈഡ് റൈറ്റ്, മൗലികമായിട്ടുള്ളതോ നിരുപാധികമായിട്ടുള്ള ഒരു നിയമം വിവാഹം നടത്തുന്നതുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് ദ കോർട്ട്സ് കനോട്ട് ബി ഇൻ്റർവീൻഡ്, അതർവൈസ് ദ കോർട്ട്സ് കനോട്ട് ഇൻ്റർവീൻ. ന്യൂസിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. ഹൗവർ, അതേസമയം എന്നാൽ ദ ബെഞ്ച് ഫെയിൽഡ് ടു റീച്ച്, എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു. എവിടെ എത്താൻ? എ കൺസെൻസസ്, ഒരു അഭിപ്രായ ഐക്യത്തിൽ എത്തുന്നതിൽ ബെഞ്ച് പരാജയപ്പെട്ടു. ദ ബെഞ്ച് ഫെയിൽഡ് ടു റീച്ച് എ കൺസെൻസസ്. അപ്പോൾ കൺസെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ ഐക്യം, പൊതുസമ്മതത്തിൽ എത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു, ബെഞ്ച് പരാജയപ്പെട്ടു. However, the bench failed to reach a consensus. എന്തിൽ? On providing even long abiding relationships. ലോങ് അബൈഡിങ് എന്ന് പറഞ്ഞാൽ ദീർഘകാലമായിട്ടുള്ള ബന്ധങ്ങൾ, ഓക്കെ, ബിറ്റ്വീൻ സെയിം സെക്സ് കപ്പിൾസ്, സ്വവർഗ കപ്പിൾസിൽ ദമ്പതിമാർക്കിടയിൽ ദീർഘകാലമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലും ദ സ്റ്റാറ്റസ് ഓഫ് എ ലീഗലി റിക്കഗ്നൈസ്ഡ്, അതായത് സിവിൽ യൂണിയൻ എന്ന് പറയുന്ന അതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ടേമാണ് സിവിൽ യൂണിയൻ. ഒരു സിവിൽ യൂണിയൻ ആയിട്ട് അതിനെ പരിഗണിക്കാൻ സാധിക്കുകയില്ല. ഇവർ തമ്മിൽ ദീർഘകാലമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ പോലും, ലോങ് അബൈഡിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും അത് സിവിൽ യൂണിയൻ്റെ ഭാഗത്തിൽ അത് വരില്ല. This was despite all 5 judges on the bench unanimously. എന്നാൽ ഐക്യകണ്ഠേന 5 judges on the bench, ബെഞ്ചിലെ 5 ജഡ്ജിമാരും ഐക്യകണ്ഠേന ഒരേപോലെ എന്ത് ചെയ്തു? അക്സെപ്റ്റിംഗ്, സ്വീകരിച്ചു, ദാറ്റ് ഇറ്റ് വാസ് ടൈം ടു എൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. എഗനസ്റ്റ് സെയിം സെക്സ് കപ്പിൾ, സ്വവർഗ ദമ്പതിമാരോടുള്ള അവർക്കെതിരെയുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. ഓക്കെ, അപ്പോൾ this was despite of all 5 judges in the bench unanimously accepting that it was time to end discrimination against some same-sex couples. കാര്യം ഇവിടുന്ന് കിട്ടിയല്ലോ. യെസ്, ഇനി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ്, അദ്ദേഹം who became minority on the bench. അപ്പോൾ ആ ബെഞ്ചിനകത്ത് ന്യൂനപക്ഷമായിട്ടാണ് അദ്ദേഹം വന്നത്. കാരണം ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ ആളാണ്. വിത്ത് ജസ്റ്റിസ് സഞ്ജയ് കൃഷ്ണകാൾ, 5 പേരിൽ സഞ്ജയ് കൃഷ്ണകാളിന്. അപ്പോൾ ന്യൂനപക്ഷ മൈനോറിറ്റി ആയിട്ട് വന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു, ഡിസ്ക്ലെയർഡ് ദാറ്റ് ക്യൂർ പീപ്പിൾ, ഈ ക്യൂർ പീപ്പിൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ആരെ ക്യൂർ പീപ്പിൾ എന്ന് പറയുന്നത് ഈ LGBT വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വിളിക്കുന്നതാണ് ക്യൂർ പീപ്പിൾ. ക്യൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും വിചിത്രമായിട്ടുള്ള എന്നൊക്കെ അർത്ഥം. വിചിത്രമായിട്ടുള്ള, സാധാരണമല്ലാത്ത, വിചിത്രമായ എന്നൊക്കെ അർത്ഥമാണ് ക്യൂർ എന്ന് പറയുന്ന വേർഡിനുള്ളത്. ക്യൂർ പീപ്പിൾ എന്ന് പറയുന്നത് ആരെ സൂചിപ്പിക്കുന്നതാണ്? LGBT എന്ന് പറയുന്നത്, LGBTQ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ലെസ്ബിയനും അല്ലെങ്കിൽ ഗേ അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ, അവരെയാണ് LGBTQ എന്ന് പറയുന്നത്. Q മീൻസ് ക്യൂർ, LGBTQ. ക്യൂർ പീപ്പിൾ മീൻസ് LGBT വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. ഓക്കെ, ഹാഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫോം അവർക്ക്
ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ഹാഡ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫോം റിലേഷൻഷിപ്പ്. അവർക്ക് പരസ്പരം ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ആൻഡ് ദ സ്റ്റേറ്റ് വാസ് ഒബ്ലൈജ്ഡ്. ഇവിടെ സ്റ്റേറ്റ് മീൻസ് ഇവിടെ രാജ്യം കടപ്പെട്ടിരിക്കുന്നു, ബാധ്യതപ്പെട്ടിരിക്കുന്നു ടു റിക്കഗ്നൈസ്, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിക്കഗ്നൈസ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് ഗ്രാൻഡ് അനുവദിക്കാൻ വേണ്ടിയിട്ട് ലീഗൽ സ്റ്റാറ്റസ്, അവർക്ക് ലീഗൽ സ്റ്റാറ്റസ് നിയമാനുസൃതമായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് അവർക്ക് അംഗീകരിക്കാൻ സ്റ്റേറ്റ് കടപ്പെട്ടിരിക്കുന്നു. ഒബ്ലിഗേറ്റഡ് കടപ്പെട്ടിരിക്കുന്നു ടു സച്ച് യൂണിയൻസ്, ഇതുപോലെയുള്ള യൂണിയൻസ്, അവരുടെ കൂടിച്ചേരലുകൾ. സോ ദാറ്റ് സെയിം സെക്സ് കപ്പിൾസ്, അതുകൊണ്ട് സെയിം സെക്സ് കപ്പിളിലുള്ള സ്വവർഗ ദമ്പതിമാർക്ക്, അപ്പോൾ എബൈൽ എന്നിവിടെ പറഞ്ഞത് അവസാനം, സോ ദാറ്റ് അതുകൊണ്ട് സെയിം സെക്സ് കപ്പിൾസ്, ഒരേ വിഭാഗത്തിൽപ്പെട്ട സ്വവർഗ ദമ്പതിമാർക്ക് കുറ്റവയിൽ അവർക്കതിൻ്റെ പ്രയോജനം ലഭിക്കും. എന്ത് ചെയ്താൽ നമ്മളെ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഇവരെ ഗവൺമെൻറ്റിൻ്റെ കടമയാണ്, ഒബ്ലിഗേഷനാണെന്ത്, റെക്കഗ്നൈസ് ആൻഡ് ഗ്രാൻഡ് ലീഗൽ സ്റ്റാറ്റസ്, അവർക്ക് അവർ അംഗീകരിക്കുകയും ലീഗൽ സ്റ്റാറ്റസ് കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇനി എന്താണ് പറയുന്നത്, അവൈൽ ദംസെൽവ്സ് ഓഫ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തിൻ്റെ ഗുണം ലഭിക്കും, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ബൈ ദ ലോ, നിയമം നൽകുന്ന മെറ്റീരിയൽ ബെനഫിറ്റ്സ്, സാരവത്തായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കും. മെറ്റീരിയലിന് സാരവത്തായ മുഖ്യമായ ബെനഫിറ്റ്സ് അവർക്ക് ലഭിക്കും. ജസ്റ്റിസ് എസ് ആർ ഭട്ട് ആൻഡ് ഹിമ കോഹ്ലി ഇൻ ദെയർ ഒപ്പീനിയൻ, നേരത്തെ പറഞ്ഞ രണ്ടാൾക്കാർ കൂടാതെ അടുത്ത 3 ആളുകളുണ്ടല്ലോ, ബാക്ക്ഡ് മീൻസ് സപ്പോർട്ട് ചെയ്യുക, ആരുടെ സപ്പോർട്ട്, ബൈ എ സെപ്പറേറ്റ് വൺ ബൈ ജസ്റ്റിസ് PS നരസിംഹയുടെ സപ്പോർട്ടോടു കൂടി എസ് ആർ ഭട്ടും ആൻഡ് കോഹ്ലിയും അവർ പറയുന്നത് പ്രകാരം ടു ഫോം ദ മെജോറിറ്റി ജഡ്ജ്മെൻറ്റ്, അവർ എന്താ ചെയ്ത്, അവരാണ് മെജോറിറ്റി ജഡ്ജ്മെൻറ്റ്, ഈ 3 പേരുടെയാണ് മെജോറിറ്റി ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായത്. ഹെൽഡ് അവർ കണ്ടെത്തിയത്, പറഞ്ഞത്, ഹെൽഡ് ചെയ്തത്, കണ്ടെത്തിയത്, അഭിപ്രായം പറഞ്ഞത്, ദാറ്റ് ആൻ എൻടൈറ്റിൽമെൻറ്റ്, അതായത് അർഹതപ്പെടുക, എൻടൈറ്റിൽമെൻറ്റും അർഹതയുള്ള, ടു ലീഗൽ റെക്കഗ്നീഷൻ, അവർക്ക് നിയമപരമായ സാധുത അംഗീകാരം കിട്ടാൻ അർഹപ്പെട്ടതാണ്, ഓഫ് ദ റൈറ്റ് ടു യൂണിയൻ, എന്തിന്, യൂണിയൻ അവർക്ക് കൂടിച്ചേരാനും, എക്കിൻ ടു അതുപോലെ തന്നെ, എക്കിൻ മീൻസ് അതുപോലെ, സെയിം, ടു മാരേജ് കല്യാണം കഴിക്കാനും, ഓർ സിവിൽ യൂണിയൻ സാമൂഹികമായിട്ട് ഉള്ള കൂടിച്ചേരുന്നത്, പൊതുയിടങ്ങളിൽ കൂടിച്ചേരാനുള്ള, യോജിക്കാനുള്ള, ഓർ കൺഫർ മീൻസ് ഇവിടെ ഒരു വേർഡും കൂടെ ഉണ്ട്, അത് എഴുതുക, കൺഫർ നൽകുക. ഓക്കെ, കൺഫറിങ് ലീഗൽ സ്റ്റാറ്റസ്, അവർക്ക് ലീഗൽ സ്റ്റാറ്റസ് നൽകുക. അപ്പോൺ ദ പാർട്ടീസ് ടു ദ റിലേഷൻഷിപ്പ് ക്യാൻ ബി ഓൺലി ത്രൂ എനാക്റ്റഡ് ലോ, ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മാരേജ് ചെയ്യാൻ, അതുപോലെ സിവിൽ യൂണിയന്, ലീഗൽ സ്റ്റാറ്റസ് കൺഫർ ചെയ്യാൻ, ഇതെല്ലാം എങ്ങനെ മാത്രമേ സാധ്യമാവുള്ളൂ, ക്യാൻ ബി ഓൺലി ത്രൂ എനാക്റ്റഡ് ലോ. എനാക്ട് മീൻസ് നിയമം നിർമ്മിക്കുക, അപ്പോൾ ഒരു നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് ആ വാർത്ത, ഹോം പേജിലുള്ള ന്യൂസാണ്. അതിൻ്റെ വലിയ വാർത്തകളുണ്ട്, ഞാനതൊന്നും എടുത്തിട്ടില്ല. ദ ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഹോം പേജിലുള്ള ന്യൂസ് മാത്രം ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. പിന്നീട് അതിൻ്റെ വിശദീകരണം, ആ ന്യൂസ്, ഈ വാർത്ത കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലാവില്ല. ടോപ്പിക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഫർദർ റീഡിങ് നിങ്ങൾ നടത്തണം. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ പുറകിൽ, എന്താണ് പഴയ റൂൾസ്, എന്തൊക്കെയാണ് അതിൻ്റെ ലോസ് ഒക്കെ പറയുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എന്തുണ്ടായി അത് മാത്രമേ ഉള്ളൂ, 1-ാം പേജിലെ വാർത്ത. ഓക്കെ, നമുക്ക് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ വാർത്തയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട വൊക്കാബുലറി 1 ലീഗലൈസ്, 2 സെയിം സെക്സ് മാരേജ് സ്വവർഗ വിവാഹം, 3 ദ ലെജിസ്ലേച്ചർ പാർലമെൻറ്റ്, 4 റെക്കഗ്നൈസ് അംഗീകരിക്കുക, 5 ഇൻ്റർവ്യൂവിന് ഇടപെടുക, 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശം, 7 ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ, 8 റെഗുലേറ്റ് വ്യവസ്ഥപ്പെടുത്തുക നിയന്ത്രിക്കുക, 9 റീസൺ വാദിക്കുക നിഗമനത്തിലെത്തുക ന്യായവാദം ചെയ്യുക, 10 അൺക്വാളിഫൈഡ് നിരുപാധികമായ, 11 കൺസെൻസസ് അഭിപ്രായ ഐക്യം പൊതുസമ്മതം, ലോങ് അബൈഡിങ് ദീർഘകാലമായി നിലനിൽക്കുന്ന, റെക്കഗ്നൈസ്ഡ് അംഗീകരിക്കപ്പെട്ട നിയമസാധുത നൽകപ്പെട്ട, ഡിസ്ക്രിമിനേഷൻ വിവേചനം, ക്യൂർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ LGBT വിഭാഗത്തിൽപ്പെട്ടവരെ, ഓക്കെ, ഒബ്ലൈജ്ഡ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്റഡ് കടപ്പെട്ട ബാധ്യത ഉള്ള, എവൈൽ ഫലം ചെയ്യുക ഉപകരിക്കുക പ്രയോജനപ്പെടുക,
മെറ്റീരിയൽ മുഖ്യമായ സാരവത്തായ എൻറ്റൈറ്റിൽമെൻറ്റ് അർഹതയുള്ള എനാക്ട് നിയമം നിർമ്മിക്കുക. കൂടാതെ കൺഫർ എന്ന് പറയുന്നൊരു വേർഡ് ഞാൻ പറഞ്ഞിരുന്നു. കൺഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക, ഗിവ് സംതിങ്, ഓക്കെ, അല്ലെങ്കിൽ ദാനമായി കൊടുക്കുക, അവാർഡ് കൊടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. കൺഫർ എപ്പോഴും പത്രത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കൺഫർ. അതിവിടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സി യു, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.